മഹാനായ ശൈഖുൽ ജാമിഅ അങ്ങനെ ഒരു അപരനാമത്തിലൊരു പണ്ഡിത തേജസ് അറിയപ്പെട്ടിട്ടില്ല. ജാമിഅ നൂരിയ പത്തിക്കാടിന്റെ എല്ലാത്തിന്റെയും ആത്മീയ വെളിച്ചത്തിന്റെ ഉടയോനായി ലോക ഭൂഖണ്ഡങ്ങളുടെ നെറുകയിൽ മലയാള പാണ്ഡിത്യത്തിന്റെ ഗരിമയെ കൊണ്ടുപോയി എത്തിച്ച ഈ ദേശാന്തരങ്ങൾക്കപ്പുറത്തേക്ക് ഇസ്ലാമിക ശബ്ദമായി മാറിയ മഹാനായ ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് അവറുകൾ മഹാനവറുകൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഖാദിം അതേ മഹാനവറുകൾക്ക് അവസാന അവശതയുടെ സമയത്ത് സേവനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്മാൻ ഫൈസി അരിപ്ര മഹാനായ ആലിക്കുട്ടി ഉസ്താദ് ഹംദാനിൽ വരുമ്പോഴും അദ്ദേഹം ഒരു നിഴല് പോലെ കൂടെയുണ്ട്. മഹാനവറുകളുടെ അവസാന നിമിഷത്തെ കുറിച്ച് പറയുന്നത് രോഗത്തിന്റെ അവസാനത്തിൽ അവശനായി കിടക്കുമ്പോ മരണത്തിന് തൊട്ടു മുമ്പ് ഒരു വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച മഗ്‌രിബിന്റെ ബാങ്ക് കഴിഞ്ഞു. ഒരു വെള്ളിയാഴ്ച രാവിന്റെ മനോഹരമായ രാവെത്തുമ്പോ ആകാശലോകത്തുന്ന ആയിരക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് വന്ന നേരം ശ്വാസ തടസ്സം കൊണ്ട് മഹാനവറുകൾക്ക് ശബ്ദം വെളിയിലേക്ക് വരില്ലെന്ന് കൂടെ നിൽക്കുന്നവര് ഭയക്കുമ്പോ ആ സമയത്തൊരു പിടച്ചിൽ വന്നു. അടുത്ത് നിന്നവര് കെരിമ പറഞ്ഞു കൊടുത്തു. മഹാനായ ആലിക്കുട്ടി ഉസ്താദ് വെള്ളിയാഴ്ച രാവിലെ ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ വിട പറഞ്ഞാൽ സ്വർഗമുറപ്പാണെന്നല്ലേ ഹബീബിന്റെ വാക്കിനെ അന്വർത്ഥമായി സ്വർഗത്തിന്റെ മാലാകമാരുടെ തലോടൽ കേട്ട് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വബിശിറൂ ബിൽ ജന്നാ സ്വർഗം കണ്ടുകൊള്ളൂ എന്ന വാക്ക് കേട്ട് മഹാനവറുകൾ 3 പ്രാവശ്യം ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എളുപ്പമാണ്. 3 പ്രാവശ്യം ശ്വാസ തടസ്സം കൊണ്ട് ഒരു രോഗിക്ക് പറയാൻ തടസ്സമുള്ള സമയത്ത് ഒരിടതടവില്ലാതെ ഒരക്ഷരത്തിന്റെ സ്ഖലനമില്ലാതെ നല്ല സ്ഫടിക സമാന ശുദ്ധതയോടെ 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ശൈഖുൽ ജാമിഅ വിട പറഞ്ഞു. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് തിരൂർക്കാട് പള്ളിയിലെ 16 വയസ്സ് പ്രായമുള്ളപ്പോ അതിനു മുമ്പ് പതിറ്റാണ്ടുകളോളം വിളിച്ചിട്ട് മുഅ്മിനീങ്ങളെ വിളിച്ച തിരൂർക്കാട് ജുമുഅ മസ്ജിദിലെ അവിടെ 16ാമത്തെ വയസ്സിൽ മിമ്പറിൽ കയറി ഖുത്ബ ഓതിയ അവസ്ഥയുടെ തൊട്ടു മുമ്പ് വരെ ഉസീക്കും ഇബാദല്ലാഹ് എന്ന തിരൂർക്കാട് ജുമുഅ മസ്ജിദിന്റെ മിമ്പറിൽ ഖുത്ബ ഓതിയ മഹാനായ ആലിക്കുട്ടി ഉസ്താദ് ആ വെള്ളിയാഴ്ച ദിവസം മിമ്പറിന്റെ ചുവട്ടില് 10,000കണക്കിന് ആളുകൾ മഹാനവറുകളെ നട്ട് നനച്ച മഹാനായ ജാമിഅയുടെ പ്രിയപ്പെട്ട ഫൈലിമാർ, പ്രിയപ്പെട്ട ആലിമീങ്ങൾ, ഹാഫിളീങ്ങൾ ഇമാമത്ത് നിർവഹിച്ച് തിരൂർക്കാട് ജുമുഅ മസ്ജിദിലേക്ക് കടന്നു പോകുമ്പോ ആ യാത്ര ചരിത്രത്തിന്റെ യാത്രയാണ്. മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് 3 ഫൈലിമാര് മലയാള ലോകത്തിന്റെ പാണ്ഡിത്യ ലോകത്തിന് നിറവ് കൊടുത്തു. തന്നേക്കാൾ മുമ്പ് നടന്നു പോയ പ്രിയപ്പെട്ട മുഹമ്മദ് ഫൈലി, ഇബ്രാഹിം ഫൈലി, ഇനിയും ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ അനുജൻ 3 ഫൈലിമാര് അവരല്ലാന്റെ ദീനിനു വേണ്ടി സമർപ്പിച്ചവരാണ്. അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആ മഹാമനുഷ്യൻ വിടവാങ്ങിയത് അവസാന നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈമാനിന്റെ പൂത്തിരി കത്തിച്ചിട്ടാണ്. പതിറ്റാണ്ട് കാലം മഹാനായ ആലിക്കുട്ടി ഉസ്താദ് സൗമ്യനായിരുന്നു. അവസാനം മരണപ്പെട്ടിട്ട് ആ ചിത്രം കാണുമ്പോ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ പുഞ്ചിരിയോടെ ആലിക്കുട്ടി ഉസ്താദിനെ എല്ലാവരിൽ നിന്നും വ്യതിരക്തനാകുന്നത് ഒരു ശബ്ദ കോലാഹലം ഉണ്ടായിരുന്നില്ല, ഒരു ബഹളത്തിന്റെ നടുവിലും ഉണ്ടായിരുന്നില്ല. ആ പ്രസംഗം കേൾക്കാൻ തന്നെ ഒരു ഒഴുക്കാണ്. മഹാനവറുകൾ ഏറ്റവും വലിയ മഹാനവറുകളുടെ ഏറ്റവും വലിയ സൗമ്യത, ഏറ്റവും വലിയ പുഞ്ചിരി, ആര് കണ്ടാലും അടുത്തേക്ക് ആവാഹിച്ചെടുക്കുന്ന ഒരു മഹാപ്രകൃതം മഹാനായ ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദിനെ അല്ലാഹു മറുക്കത ചിരിയല്ലാതെ കണ്ടിട്ടില്ല, ചിരിയിലൂടെ അല്ലാതെ കടന്നു പോയിട്ടില്ല. സരളമായ ഭാവം, അതൊരു വല്ലാത്ത മനുഷ്യനായിരുന്നു. അല്ലാഹു അങ്ങനെ വിട പറയാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.